ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന പ്രീതിയുടെ പെട്ടിയൊക്കെ അടക്കി ഒതുക്കി വെക്കുകയാണ് അമ്മായി. ആ സമയത്ത് അമ്മായി പറയുന്നത്, ഷോ ഈ പെട്ടി ഇവിടെ എന്താ ചെയ്യണത്? ശ്രുതി, എടി ശ്രുതി, ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറയണേ. എന്താ അമ്മായി, എന്താ കാര്യം എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും, അതെ, ഈ പെട്ടിയിൽ എന്തൊക്കെയാണ് നീ അടക്കി പിടിച്ച് വെച്ചേക്കണത്? ഇത് പൂട്ടാൻ പോലും പറ്റുന്നില്ലല്ലോ, ഇതിലെന്തൊക്കെയാണ് നീ കുത്തി നിറച്ച് വെച്ചേക്കണത്? അയ്യോ അമ്മായി ഒന്ന് പതുക്കെ പറ, ഇത് ചേച്ചിക്കുള്ള സർപ്രൈസാ. സർപ്രൈസോ? ഇതിലോ? അതേതേ, ചേച്ചിയുടെ പഴയ വിലപിടിപ്പുള്ള പഴയ സാധനങ്ങളൊക്കെ ഞാൻ ചേച്ചി അറിയാതെ എടുത്തു വെച്ചിരിക്കുക ഇതിലേക്ക്. അതെന്ത് സാധനങ്ങളെന്ന് പറയുമ്പോൾ, അതൊന്ന് അമ്മായി ഇപ്പോൾ ഒച്ചെടുത്ത് ചേച്ചിനെ അറിയിക്കേണ്ട എന്ന് പറയാണ്. ചേച്ചിയുടെ പഴയ ഡ്രസ്സുകൾ, ചെറുപ്പത്തിലുള്ള സംഭവങ്ങൾ എല്ലാം ഇതിലുണ്ട്. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം, ഇതൊക്കെ ഒരു സർപ്രൈസ് അല്ലേ അമ്മായി എന്ന് പറയുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്താ അമ്മായി മോളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കണത് എന്ന് ചോദിക്കുകയാണ്. ഇതെന്താ ശ്രുതി നീ പെട്ടി നിറച്ച് വെച്ചിരിക്കണത് എന്ന് ചോദിച്ചാൽ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് ശരിയാണല്ലോ ശ്രുതി, ഇതെന്താ ഇത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ പ്രീതി ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറയട്ടെ, ചേച്ചി ഇത് ചേച്ചിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതിലെ സാധനങ്ങൾ കണ്ട ചേച്ചിയുടെ കണ്ണ് നിറയും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറി എടുക്കുകയാണ്. അതിൽ നിന്ന് ഒരു പഴയ ഫോട്ടോ എടുക്കുകയാണ്. ചേച്ചി ഈ ഫോട്ടോ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒന്ന് നോക്കിക്കേ എന്ന് പറയാണ്. അതൊരു 10-16 വർഷം മുമ്പുള്ളൊരു ഫോട്ടോ ആട്ടോ. ശ്രുതിയെ പ്രീതിയൊക്കെ അത് ചെറുതാണ്. ശ്രുതി പറയണ, ആദ്യമായിട്ട് അച്ഛൻ നമ്മൾ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് സ്റ്റുഡിയോ പോയിട്ട് ഫോട്ടോ എടുത്ത ഫോട്ടോ ആയത് എന്ന് പറയാണ്. അത് കാണുമ്പോൾ പ്രീതിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. അതിനുശേഷം ആ ഡയറിയിൽ നിന്ന് ഒരു ചെറിയ റോസാപ്പൂ എടുക്കുകയാണ്. ഉണക്കി ഒരു റോസാപ്പൂ കേട്ടോ. അത് ശ്രുതി പ്രീതിയെ കാണിക്കട്ടെ. ചേച്ചി ഈ റോസാപ്പൂ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? അച്ഛ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഒരു റോസാ ചെടി കൊണ്ടുവന്ന് അതിലാദ്യമായിട്ട് ഒരു പൂവുണ്ടായി. ആ പൂവിന് വേണ്ടി ഞാനും ചേച്ചി ഒരുപാട് വഴക്ക് പിടിച്ച് തല്ലുണ്ടാക്കി. ആ പൂ എനിക്കാണ് ചേച്ചി തന്നത്. അന്നത്തെ ആ പൂവാണ് ചേച്ചി ഇത്. ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഈ പൂവൊന്ന് മണത്ത് നോക്കണം. ആ പഴയ മണത്തിലേക്ക് ചേച്ചിക്ക് പോകാൻ സാധിക്കും. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് കോട്ടൺ ബോൾസ്. ഇനി ആകാശേട്ടന് എന്തെങ്കിലും ഉറക്കത്തിൽ കൂർക്കം വലിക്കണ സ്വഭാവം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഇത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പ്രീതി വാങ്ങിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി പറയട്ടെ, കണ്ടോ അപ്പോൾ ആകാശ് സാറ് കൂർക്കം വലിക്കണ സ്വഭാവം ഉണ്ടല്ലേ, ഒന്ന് പോടിയോടത് എന്ന് പ്രീതി പറയാം കേട്ടോ. അതിനുശേഷം അമ്മ പറയട്ടെ, അങ്ങനെ ഒരാളുടെ ജീവിതം സേഫായി, ഇനി അടുത്താളുടെ കാര്യം കൂടി നോക്കണം. അമ്മ അങ്ങനെ രക്ഷപ്പെടുമെന്ന് വേണ്ട, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇവിടുന്ന് പോവില്ല എന്ന് ശ്രുതി പറയാണ്. പോടി അവിടെ എന്ന് പറയുന്നുണ്ട്. അതെ, സമയം വൈകി എന്നിങ്ങനെ പറയാണ്. പോകണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശരിയാ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും യാത്ര ആകുമ്പോൾ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാണ്. അതേസമയം അഞ്ജലിനെ കുറിച്ച് പറയുന്നുണ്ട് മോഹനങ്ങൾ. ഇവ കുറ്റമെല്ലാം എനിക്കായോ അമ്മേ? അതെ, നീ എന്തിനാ അവളെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടത്? അത് കൊള്ളാലോ, ഞാനാണോ പറഞ്ഞു വിട്ടത്? അമ്മയല്ലേ പറഞ്ഞു വിട്ടത്? ഞാൻ പറഞ്ഞതല്ലേ ഇത് അമ്പലത്തിൽ വിടണ്ടാന്ന്. അത് ശരിയാ, പക്ഷെ അവൾക്ക് അടുത്തുള്ള അമ്പലത്തിൽ തൊഴുതിട്ട് ഒന്ന് വന്നാൽ പോരെ? അത് അഞ്ജലി പോലുള്ള കുറ്റമായിട്ട് ഒരു കാര്യമില്ലാമേ. അമ്പലം എവിടെ കണ്ടാലും അവിടെയൊക്കെ ഇറങ്ങി തൊഴുതു വേണ്ടതല്ലേ അഞ്ജലി പോലുള്ള സ്വഭാവം. അവൾ എത്തിയേക്കും, അമ്മ വിഷമിക്കേണ്ട, കറക്റ്റ് സമയത്ത് അവൾ വരും എന്ന് പറയാം കേട്ടോ. അതേസമയം ശ്യാം ഒരു സ്വപ്നം കാണുവാണ്, അഞ്ജലി മരിക്കുന്നതായിട്ടൊരു സ്വപ്നം. അങ്ങനെ അഞ്ജലി മരിച്ചു കഴിയുമ്പോൾ ശ്യാം എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ശ്യാം ആലോചിക്കുക കേട്ടോ. ശ്യാം പെട്ടെന്ന് കസേര കഴിക്കണം. നോ, എന്താ പറയുന്നത്? എൻ്റെ അഞ്ജലി മരിച്ചു പോയതോ? അയ്യോ എന്തൊക്കെയാ കുഞ്ഞ നീ പറയണത്? ആകാശ് മോനെ, നമ്മുടെ അഞ്ജലി നമ്മളെ വിട്ട് പോയോടാ? അയ്യോ അഞ്ജലി, എൻ്റെ മോളെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയാട്ടോ ശ്യാം. അതിനുശേഷം ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതി ഇതൊക്കെ ശ്യാമിൻ്റെ ഇമാജിനേഷൻ ആട്ടോ. ശ്രുതി, എൻ്റെ അഞ്ജലി എന്നെ വിട്ടുപോയ ശ്രുതി, ഇനി നീയേ എനിക്ക് അഞ്ജലിയുടെ ഈ വേർപാടിന് എന്നെ രക്ഷപ്പെടുത്തു ശ്രുതി, അല്ലെങ്കിൽ എനിക്ക് വട്ടുപിടിക്കും, നീ എന്നെ സ്വീകരിക്കും ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാം. അതിനുശേഷം ശ്യാം പറയണ്ടാതെ ഇത് തന്നെ ഇങ്ങനെ തന്നെ അഭിനയിച്ചാൽ മതി, എല്ലാവരും വിശ്വസിച്ചോളും. അഞ്ജലി നിന്റെ ഡെഡ് ബോഡിയിൽ കാണാൻ ശ്യാമിട്ടും കൊതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അശ്വിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ശ്രുതി, പ്രീതിയും അപ്പായി അച്ഛനൊക്കെ വരുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി എല്ലാവരും എത്തിയല്ലോ, വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രീതി മുത്തശ്ശിയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് മനോരമാരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയും അതുപോലെ തന്നെ അശ്വിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കുവാണ്. ശേഷം നമ്മുടെ മുത്തശ്ശി പ്രീതിയെടുത്ത് പറയുന്നുണ്ട്, നീ ഈ വീട്ടിലെ മരുമകളായി കഴിഞ്ഞു, ഇനി നിന്നെ എവിടേക്കും വിടില്ല കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ പ്രീതി സന്തോഷത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറുവാണ്. എല്ലാവരും അകത്തേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി അകത്തേക്ക് കയറുമ്പോഴേക്കും
അശ്വിൻ ശ്രുതിനെ വിളിക്കുക കേട്ടോ. ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി ഒന്ന് എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ അത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഒരു കർച്ചീഫ് എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ശ്രുതി ആ കർച്ചീഫ് വെച്ച് കട്ട് തുടക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാർ അത് ചേച്ചി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ശ്രുതി, തൻ്റെ ചേച്ചിയെ താൻ വിട്ട് പിരിയാണല്ലോ, അതിൻ്റെ വിഷമം എനിക്കറിയാം. ഇനി പ്രീതി നിങ്ങളുടെ വീട്ടിലല്ലോ ഈ വീട്ടിലല്ലേ ജീവിക്കാൻ പോണത്, അതിൻ്റെ വിഷമമല്ലേ, താൻ വിഷമിക്കണെതിരാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതി കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി അത് എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കുമ്പോൾ അത് എനിക്ക് തന്നോട് പറഞ്ഞോളൂ, എന്താ സർ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അതിനെന്താ സാർ പറഞ്ഞോളൂ, അത് കുറച്ച് പേഴ്സണലാണ്, തന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ളതാ, തന്നെ ഒറ്റയ്ക്ക് കണ്ടിട്ട് പറയാനുള്ള കാര്യമാണ്. ആ അതിനെന്താ സർ, സാർ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ തന്നെ ശ്യാം ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുക. ആ കുട്ടികളിയാ, ദേ നിന്നെ ആകാശ് വിളിക്കുന്നുണ്ട്. ആകാശോ? അവിടെ ഞാനിപ്പോൾ കണ്ടിട്ട് വന്നേ ഉള്ളൂല്ലോ. അറിയില്ല, അവരൊരുക്കാൻ വേണ്ടി വിളിക്കുന്നതാ. കുട്ടികളെ അപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറയാണ്. ശ്രുതി പിന്നെ കാണാവേ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. ശ്രുതി അപ്പോൾ ശ്യാമിൻ്റെ മൈൻഡായിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ശ്രുതി ഒന്ന് നിൽക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒന്ന് തിരിഞ്ഞിട്ട് ശ്യാമിനെ ദേഷ്യത്തോടു കൂടി നോക്കിയതിന് ശേഷം അകത്തേക്ക് കയറി പോവാട്ടോ. അവൾ പോയല്ലോ എന്ന് ശ്യാം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം അശ്വിൻ അകത്തേക്ക് കയറുവാണ്. അവിടെ നമ്മുടെ ആകാശ് തുണിയൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ടെൻഷനൊന്നും അടിക്കേണ്ട, എല്ലാം റെഡിയാവും എന്നിങ്ങനെ പറയാണ്. അതെ, എനിക്ക് വല്ലാത്ത ടെൻഷൻ എന്ന് പറയണേ. ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കണത്? അല്ല, തീയല്ലേ പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന്. അയ്യോ, അതിനെ ചേട്ടനോട് പറഞ്ഞതല്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ, എനിക്ക് വല്ലാത്ത ടെൻഷൻ പോലെ. അത് പ്രീതിനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അവളെ ഇനിയിപ്പോൾ കാണാൻ പറ്റില്ലല്ലോ, ഇനി കല്യാണത്തിനല്ലേ കാണാൻ പറ്റുള്ളൂ, അതുവരെ കാണരുതെന്നല്ലേ മുത്തശ്ശി പറഞ്ഞിരിക്കണം, അതിൻ്റെ ടെൻഷനും ഉണ്ട്. എന്തായാലും ഇത് കല്യാണം എടുത്തില്ല ചേട്ടാ, അതിൻ്റെയൊക്കെ ടെൻഷനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതേസമയം പ്രീതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രീതി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി പോലെ ആ ജിബിക്ക് ഇങ്ങോട്ടെത്തേ എന്ന് പറയാണ്. ജിബിക്ക് പറയാൻ ശ്രുതി കൊടുക്കണം പിന്നാണ് കേട്ടോ. ഇതാ പിന്നോ? പിന്നല്ലടി ജിബിക്ക്. സോറി ചേച്ചി, ഇതാ ജിബിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അല്ല, നീ ഈ ലോകത്തുനിന്നല്ലേ, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അത് എന്തൊക്കെയോ ഒറ്റയ്ക്ക് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? ഒറ്റയ്ക്ക് സംസാരിക്കാനോ? ആർക്ക്? അല്ല, അശ്വിൻ സാറാ എന്നോട് പറയാണേ ഒറ്റയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അതിനകത്ത് നീ എന്തിനാ പേടിക്കണത്? അതെന്താ ചോദിച്ചാൽ പോരെ? എന്നാലും എന്തായിരിക്കും അയാൾക്ക് പറയാനുണ്ടാവുക? അത് ചോദിച്ചാലല്ലേ ശ്രുതി അറിയാൻ പറ്റുള്ളൂ. എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ പോലെ ആവുന്നു ചേച്ചി. നീ എന്തിനാ ടെൻഷൻ ആവണത്? അശ്വിനി സാറല്ലേ വിളിക്കണത്, ഒരു കുഴപ്പമില്ല എന്ന് പറയാണ്. എന്നാലും എന്തായിരിക്കും ഒറ്റയ്ക്ക് സാറിന് സംസാരിക്കാനുള്ളത് എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന മോഹൻകളെയാണ്. മോഹൻ ആ മുത്തശ്ശിയോട് പറയണ്ട്, അതേ മുത്തശ്ശി അമ്മേ, എനിക്കും ഇപ്പം ടെൻഷൻ ആവുന്നുണ്ട്, അച്ഛനിപ്പോൾ എന്താണോ വൈകണത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതെ, എനിക്കും എന്താ വല്ലാത്ത പേടി പോലെ തോന്നുന്നു മോഹന് എന്ന് മുത്തശ്ശിയെ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അഞ്ജലിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. അതേസമയം അഞ്ജലി സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ബ്രേക്ക് പോവാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം അഞ്ജലിയും അതുപോലെ ഡ്രൈവറും ആ വാഹനവും കൂട്ട് പിടിവിട്ട് അവിടെ ഇവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അഞ്ജലി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ ആ കാറിൽ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. വാഹനമാണെന്നുണ്ടെങ്കിൽ ലെക്ക് കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർക്കാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അഞ്ജലിയുടെ ജീവൻ ഇങ്ങനെ പോയിക്കൊണ്ട്, അതായത് ആ ഒരു കാറിൽ ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.